പക്ഷേ യേശു ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അവനെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി, അവനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. അവനെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി, പരിഹാസം അവൻ ഏറ്റെടുത്തില്ല. അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പടയാളികൾ അവനെ പരിഹസിക്കുകയാണ്. അവൻ്റെ മുഖത്ത് ഇടിച്ചിട്ട്, കണ്ണു കെട്ടിട്ടവൻ്റെ മുഖത്ത് ഇടിച്ചിട്ട്, നിന്നെ ഇടിച്ചത് ആരെന്ന് നീ പ്രവചിക്കാന്ന് പറയുന്നത്. അവൻ്റെ മുഖത്തു നിന്ന് രോമം വലിച്ചെടുത്തു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. അവൻ്റെ കൈകളിൽ ആണിയടിച്ചു. അവൻ്റെ കാലുകളിൽ ആണിയടിച്ചു. അവനെ ക്രൂശിച്ചു. അവനെന്താ പറയുന്നത്? അവനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മാഹാത്മ്യം അതാണ്. ബാക്കിയുള്ള പഴയ നിയമത്തിലൊക്കെ സെക്കരിയ പുരോഹിതൻ, സെക്കരിയ പ്രവാചകൻ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ യഹോയാദാ പുരോഹിതൻ്റെ മകനായിരുന്ന സെക്കരിയ പുരോഹിതൻ്റെ കാര്യം നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് വായിക്കുമ്പോഴത്തേക്ക് അവനെ ദേവാലയത്തിൽ വെച്ച് അവർ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, യഹോവ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാണ് അവൻ മരിക്കുന്നത്. പക്ഷേ യേശു, ദൈവം നിന്നെ നോക്കിക്കൊള്ളട്ടെ എന്നല്ല പറയുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അതാണ് സ്നേഹം. ദാറ്റ് ഈസ് ലവ്. ആ സ്നേഹമാണ് നമ്മളിലൂടെ ഒഴുകേണ്ടത്. ആ സ്നേഹം നമ്മളിലൂടെ ഒഴുകിയത് കൊണ്ട് ആ സ്നേഹം സ്തെഫാനോസിലൂടെ ഒഴുകിയത് കൊണ്ടാണ് അവനെ കല്ലെറിഞ്ഞ സമയത്ത് യഹോയാദാ പുരോഹിതൻ്റെ മകനായിരുന്ന സെക്കരിയാവ് പറഞ്ഞ വാക്കല്ല സ്തെഫാനോസ് പറയുന്നത്, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവനിൽ ഒഴുകിയത് യേശുവിൻ്റെ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അവൻ അപമാനം അലക്ഷ്യമാക്കി, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇറങ്ങി വന്നില്ല. അവൻ മരണം ചൂസ് ചെയ്തു. മരിക്കാതിരിക്കാൻ ചോയ്സ് ഉണ്ടായിരുന്ന ലോകത്തിലെ ഏക വ്യക്തി യേശു കർത്താവായിരുന്നു. മരിക്കാൻ ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം, പോയി സൂയിസൈഡ് ചെയ്താൽ മതി. പക്ഷേ മരിക്കാതിരിക്കാൻ ചൂസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി ആരായിരുന്നു? യേശു കർത്താവ്. വേണമെങ്കിൽ യേശുവിന് മരിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു? പാപിയായ എനിക്ക് വേണ്ടി അവൻ മരണം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് യേശു എന്ത് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി ജീവനെ, പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നമ്മൾ അറിയുന്നു. ഒരു റോസാപുഷ്പത്തിൻ്റെ മേൽ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു പടയാളിക്ക് വേണ്ടി റോസാപുഷ്പം സുഗന്ധം പരത്തി കൊടുക്കുന്നത് പോലെ ഒരു സൺഡേ സ്കൂൾ കുട്ടി പറഞ്ഞതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുതിയ വാക്കുകളാണ്. ഒരു റോസാപുഷ്പത്തെ ബൂട്ടിട്ട് ചവിട്ടുന്ന ഒരു പട്ടാളക്കാരന് വേണ്ടി റോസാപുഷ്പം സുഗന്ധം പരത്തി കൊടുക്കുന്നത് പോലെ. അതാണ് വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് അത് എന്നിലൂടെ ഒഴുകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ സാധാരണ സ്നേഹവുമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഞാനത് ജസ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ തുടങ്ങിയാൽ നമുക്കത് നിൽക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്നേഹമല്ല കാൽവറി ക്രൂസിലെ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ആ പ്രത്യേകത, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ആ കൈൻഡ് ഓഫ് ലവ് ഓഫ് ജീസസ്, യേശുവിൻ്റെ സ്നേഹം പോലെയുള്ള ഒരു സ്നേഹമാണ് 1 കൊരിന്ത്യർ ചാപ്റ്റർ 13 പോൾ പറയുന്നത്. അവിടെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും, 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. നമുക്കൊക്കെയുള്ള വലിയ പ്രശ്നമാണ്, നമ്മൾ ദോഷം കണക്കിടുന്നവരാണ്. നമ്മൾ എഴുതി വെച്ചിരിക്കും. ചിലപ്പം പറയും, ഞാൻ മറക്കത്തില്ല, അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറക്കത്തില്ലെന്ന്. അത് ക്രിസ്ത്യൻ ലവല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമല്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ ഒരു ഭർത്താവ് ചെന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിനോട്, ഒരു കൗൺസിലറോട് പറഞ്ഞു, വെൻ മൈ വൈഫ് ക്വാറൽസ് വിത്ത് മീ ഷീ ബിക്കംസ് ഹിസ്റ്റോറിക്കലോ ഹിസ്റ്റീരിക്കലാണെന്നാണ് കൗൺസിലർ ചിന്തിച്ചത്. യു മീൻ ഹിസ്റ്റീരിക്കൽ? നോ, ഹിസ്റ്റോറിക്കൽ. അവൾ എപ്പോഴും പറയുന്നത് 20 കൊല്ലം മുമ്പ് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യമാണ്. അവൾ ചൂടാകുമ്പോഴല്ല അവൾ പറയുന്നത് എന്താണ്? 20 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കലാണ്. എന്താ? വിട്ടുകളയത്തില്ല. യേശു അങ്ങനെയല്ല. യേശു ഒരിക്കലും അങ്ങനെയല്ല. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. അവനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലും അവൻ എന്ത് ചെയ്യുന്നില്ല? തള്ളിപ്പറയുന്നില്ല. യൂദാസ് മടങ്ങി വന്നായിരുന്നെങ്കിൽ യൂദാസിനെ സ്വീകരിക്കാൻ കർത്താവ് ഒരുക്കമായിരുന്നേനെ. അവൻ ആരെയും തള്ളിക്കളയുന്നില്ല. അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അത് നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സ്വാർത്ഥനാകാൻ കഴിയില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്ന ആളുകൾ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്, അല്ലേ? ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടാമത് ആരുടെ കാര്യം അന്വേഷിക്കാൻ പറ്റുന്നത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, എല്ലാവർക്കും അറിയാം. രണ്ടാമതോ നമ്മുടെ മനസ്സിലെ ചിന്ത രണ്ടാമത് നമ്മുടെ കാര്യം അന്വേഷിക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടേതേ അന്വേഷിക്കുള്ളൂ, അത് വേറെ കാര്യം. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം അന്വേഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ രാജ്യവും നീതിയൊക്കെ
പക്ഷേ ശരിക്കും വേദപുസ്തകത്തിൽ രണ്ടാമതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവൻ്റെ രാജ്യവും നീതിയുമെന്നേ ഉള്ളൂ, അല്ലാതെ ഈവൻ മുമ്പേ എന്നുള്ള വാക്ക് പോലും അവിടെ ഇല്ല. സീക്ക് ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ്സ് റൈച്ചസ്നെസ്, ദാറ്റ്സ് ഓൾ. രണ്ടാമതും മൂന്നാമതും തന്നെ, 10ാമതും 100ാമതും തന്നെ, 1000ാമതുണ്ടെങ്കിൽ 1000ാമതും അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. ഇത് പ്രസംഗിച്ച ദിവസം പാസ്റ്റർ തീർന്നപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ സാറേ നമ്മുടെ കാര്യമോ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം ഇല്ലല്ലോ. നമ്മുടെ കാര്യം ഇല്ലേ? അതെന്താ സാറേ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യം? ആദ്യം തന്നെ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? തന്നെത്താൻ ത്യജിച്ചാലേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ എൻ്റെ കാര്യം എന്ന് പറയുന്നത്? എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്രൂശിലെ സ്നേഹമല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ 2 Corinthians chapter 5 നമ്മൾ വായിച്ചതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. അല്ലാതെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സെക്യൂർ ആക്കിയതിന് ശേഷം, ഇന്നത്തെ ഒരു വലിയൊരു ടെൻഡൻസിയാണ്, നമ്മളുടെ സകല കാര്യങ്ങളും സെക്യൂർ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ദൈവമേ എന്നൊരു ചിന്തയുള്ളൂ, ബാക്കി എല്ലാ കാര്യവും സെക്യൂറാണ്. ഞാൻ എപ്പോഴും പറയും, പണ്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നെങ്കിലും ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയുമല്ല. അതായത് പണ്ടൊക്കെ കർത്താവേ എനിക്കൊരു ജോലി തരണേ, എനിക്ക് ജീവിക്കാനും എൻ്റെ കുടുംബത്തെ പുലർത്താനും. ഇന്ന് പറയുന്നത് കർത്താവേ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളുടെ കാര്യത്തിനും കൂടെ ഉള്ളത് തരണേ. ഇപ്പം അന്ന് മക്കളുമല്ല, മക്കളുടെ മക്കൾക്കും വേണ്ടി ഉള്ളതും കൂടെ സമ്പാദിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥതയില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു ഗുജറാത്തി സേഠ്ജി, അയാൾക്ക് ഒത്തിരി ഫാക്ടറീസും എല്ലാം ഉണ്ട്. ഒരിക്കലും ഒരു ചാർട്ടർ അക്കൗണ്ടിനെ വിളിച്ചിട്ട് അയാൾ ചോദിച്ചോളൂ, ഇനി നമ്മുടെ ബിസിനസ് വളർന്നില്ല എന്ന് തന്നെ വെക്കുക, നമ്മളിപ്പോൾ ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അത് വർദ്ധിക്കുന്നില്ലെങ്കിൽ എൻ്റെ എത്രാമത്തെ തലമുറയ്ക്ക് വരെ ജീവിക്കാനുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി സമ്പാദിച്ചിട്ടുണ്ടെന്ന് താനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അയാൾ ഭയങ്കര ഷാർപ്പായിട്ട് ഇപ്പോൾ അയാൾക്ക് എത്ര മക്കളുണ്ടെന്നും അവർക്ക് എത്ര മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവരെങ്ങനെ ജീവിച്ചാൽ എങ്ങനെയൊക്കെ കഴിയുന്ന എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് പറഞ്ഞു, സർജി ഇനി ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അടുത്ത 20 തലമുറയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് അങ്ങ് ഓൾറെഡി സമ്പാദിച്ച് കഴിഞ്ഞു. ഇയാൾ ഒരൊറ്റ കരച്ചിലാണ്, എടോ അപ്പോൾ എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കണോ എന്ന്. ഇതാ ഇന്നത്തെ പ്രശ്നം. 21ാമത്തെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളുകളാണ് ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞത്. അങ്ങ് ചെന്നാൽ മതി, കിട്ടും. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആ ഒരൊറ്റ കാര്യം ഞാൻ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നവൻ്റെ ഭക്തി എന്ന് പറയുന്നത് വെറും കപടഭക്തിയാണ്. ഇതൊക്കെ ചർച്ചയിൽ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ സഭയിൽ നമ്മൾ സഭയിൽ എന്ത് പഠിപ്പിക്കുന്നത്? എന്ത് പഠിപ്പിക്കുന്നു സഭയിൽ? അന്ത്യകാല സംഭവങ്ങളും ശാസ്ത്രവും എന്തൊക്കെ സംഭവിക്കും, ഇതൊക്കെ ഈസിയാണ്, നമുക്ക് പഠിപ്പിക്കാൻ ഈസിയാണ്. ഈ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ നമുക്ക് ചേഞ്ച് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ചേഞ്ച് വേണ്ടാത്ത വ്യാഖ്യാനമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞങ്ങളുടെ ഒരു മിഷണറി ഉണ്ട്, ചെയ്സ് പറയുന്നൊരു വാചകമുണ്ട്, നമ്മൾ വേദോത്സവം വ്യാഖ്യാനിക്കുന്നത് തന്നെ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ അതങ്ങ് അനുസരിച്ചായി ചുമ്മാതെ വായിച്ചാൽ തന്നെ അനുസരിക്കാനുള്ള സാധനമാണ് ഇത് മുഴുവൻ. അതനുസരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് കളയും. വ്യാഖ്യാനിച്ച് ഇത് അനുസരിക്കാതിരിക്കാനുള്ള വല്ല പഴുതും ഉണ്ടോ എന്നുള്ളത് നോക്കി വ്യാഖ്യാനിച്ചൊരു പരുവമാക്കി തരും. നമുക്ക് ചേഞ്ച്, നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഒറ്റ വാക്ക് ഞാൻ പറയാം. അവിടെ പോൾ പറയുന്ന ഇതാണ്, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയിർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. വി ഹാവ് റിസോൾവ്, അങ്ങനെ ജീവിക്കണം. അത് പോളും അങ്ങനെ വേണം, പോളിൻ്റെ കൂട്ടത്തിലുള്ളവരും കൊരിന്ത്യരോട് പറയുകയാണ്, അതാണ് ഞങ്ങളുടെ നിർണയം, അങ്ങനെ ജീവിക്കുന്നവൻ മതി. കർത്താവ് വലിയ മെഗാ ചർച്ചിനെ മുകളിലോട്ട് കൊണ്ടുപോകാനൊന്നും അല്ല വരുന്നത്. കർത്താവ് വരുന്നത് ഹോളി ചർച്ചിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വിശുദ്ധമായ ഒരു സഭയാണ് കർത്താവ് കൊണ്ടുവരുന്നത്. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എന്നിലൂടെ ഒഴുകേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സ്നേഹമാണ്. വെൻ ഐ ലിവ് ഫോർ അതേഴ്സ് ഓൺലി ദെൻ, അല്ലാതെ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ കാൽവറി ക്രൂശിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പകരം മരണമാണ്. അതായത് എൻ്റെ മരണം അവൻ ഏറ്റെടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ജീവൻ അവന് എനിക്ക് തരുന്നു. ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. കാൽവറി ക്രൂശിൽ, യേശുവിൻ്റെ ക്രൂശിൽ അവൻ എൻ്റെ മരണം ഏറ്റെടുത്തു. എൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, എൻ്റെ ക്രൂശിൽ ഞാൻ എൻ്റെ പഴയ ലോകത്തെയും പഴയ മനുഷ്യനെയും ക്രൂശിച്ചിട്ട് അവനോടുകൂടെ മരിച്ച്, അവനോടുകൂടെ അടക്കപ്പെട്ട്, അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റ്, എന്തിനു വേണ്ടിയാണ്? അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അറിയുന്ന അവൻ്റെ മരണത്താലാണ്.
ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്ന ഒരു തീരുമാനം, അവൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അവൻ്റെ ഇൻകാർണേഷൻ മുതൽ മുന്നോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, അവിടെ എല്ലാം സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. ഗാഡ് ഈസ് ലവ്. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അവൻ്റെ ഇൻകാർണേഷൻ്റെ ആദ്യ ചരിത്രം മുതൽ നമ്മൾ കാണുന്നത് എന്താണ്? അവൻ്റെ സ്നേഹമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതാണ് കാണുന്നത്. അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് ചിന്തിക്കാതെ വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നത് സ്നേഹം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? നിർബന്ധം കൊണ്ടല്ല. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഹീ ലവ്സ് മീ. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ ലൈഫ്, അവൻ്റെ ഇൻകാർണേഷൻ, ആ ഡൗൺ പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇറങ്ങി 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 താഴേക്ക് വരികയാണ്. ദൈവത്തോടുള്ള സമത്വം അത് അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ പോലും റോമൻ സീസറിൻ്റെ മകനായിട്ടല്ല അവൻ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം അവൻ ജീവിച്ചാലും അവനത് ലക്ഷറി അല്ല. എന്നിട്ടും അവൻ ലക്ഷറി അല്ല തിരഞ്ഞെടുത്തത്, എന്നെപ്പോലെയോ എന്നേക്കാൾ താഴെയുള്ള ഒരാളുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീസസ് വാസ് എ വെരി പുവർ മാൻ. എന്തിനാ? എല്ലാവർക്കും അവൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റണം. എല്ലാവർക്കും അവനെ അറിയാൻ, മനസ്സിലാക്കാൻ കഴിയണം. അവൻ എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയണം.